SSLC+2 വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി അവധിക്കാല ഏകദിന ക്യാമ്പ് നടത്തി. ചവറ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാലക്കൽ ഗോപന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഉയരെ എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ സമ്മേളനം അമൃത IPS ഉദ്ഘാടനം ചെയ്തു. ചവറ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാലക്കൽ ഗോപന്റെ നേതൃത്വത്തിലാണ് SSLC+2 വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി അവധിക്കാല ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഉയരെ എന്ന പേരിലായിരുന്നു ക്യാമ്പ് നടത്തിയത്. ക്യാമ്പിന്റെ സമാപന സമ്മേളനം അമൃത IPS ഉദ്ഘാടനം ചെയ്തു. മറ്റൊന്ന്, ഇപ്പം ശമ്പളമൊക്കെ വളരെ കുറവാണെങ്കിൽ പോലും അമ്മ എല്ലാ മാസവും എനിക്കൊരു പുസ്തകം വാങ്ങിച്ചു തരും. എന്നിട്ട് അത് വാങ്ങിക്കുക മാത്രമല്ല, രാത്രി ഞങ്ങളെല്ലാവരും കിടക്കുമ്പോൾ, ഞാനും അനിയത്തി അമ്മയും കിടക്കുമ്പോൾ അമ്മ അതിൻ്റെ അകത്ത് ഓരോ പേജും അമ്മ ഇങ്ങനെ വായിച്ചു തരും. എനിക്ക് വായിക്കാൻ അറിയാത്ത സമയത്ത് ഇങ്ങനെ ഓരോ ചിത്രങ്ങളൊക്കെ കാണിച്ച് കഥകൾ പറഞ്ഞു തരാം. അപ്പോൾ അങ്ങനെ ചെറുപ്പത്തിലെ ഒരു വായനാശീലം എനിക്ക് ഉണ്ടാക്കാൻ കാരണം എൻ്റെ അമ്മയാണ്. ഓരോരോ എൻ്റെ കഴിവുകളുടെ പുറകിലും അമ്മയുണ്ട്. അപ്പം ഇത്രയധികം അമ്മമാരെ കാണുമ്പോൾ ഞാൻ എൻ്റെ അമ്മയാണ് ഓർത്തത്. അമ്മ എത്ര ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച് എന്നെ മോൾഡ് ചെയ്യുമായിരുന്നു. ഓരോ ടേണിലും എൻ്റെ ഓരോ ഡെസിഷനിലും എന്നെ ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ട് അമ്മ ഒരിക്കലും പഠിക്കാൻ പറഞ്ഞിട്ടില്ല. അതായത് 12th ഇന്ന സബ്ജക്റ്റ് എടുക്കണം, അല്ലെങ്കിൽ കോളേജ് ഇന്നത് എടുക്കണം, അല്ലെങ്കിൽ UPSC പ്രിപ്പയർ ചെയ്യണോ വേണ്ടയോ, അങ്ങനെ ഒരു കാര്യത്തിലും അമ്മ എന്നെ എന്ത് ചെയ്തിട്ടില്ല, ഫോഴ്സ് ചെയ്തിട്ടില്ല. അതൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നതാണ്. പക്ഷേ അങ്ങനെ വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ആ ഒരു ചിന്താശേഷി എനിക്ക് തന്നത് എൻ്റെ അമ്മയായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ ഇത്രയധികം അമ്മമാരെ കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ വേണം മോൾഡ് ചെയ്യാനായിട്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളാണ് റോൾ മോഡൽ അവരുടെ. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർ കാണും. ഇപ്പോൾ നമ്മൾ ക്ഷീണിച്ചിരുന്ന് ഫോണിൽ റീൽ നോക്കിക്കൊണ്ടിരുന്ന അവരും അങ്ങനെ ചെയ്യും. നിങ്ങളൊരു സംസാരിച്ച് നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ് കൊടുക്കാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ അവർ ആ ഒരു നല്ലൊരു കൂട്ട് തേടിയിട്ട് പുറത്ത് എവിടെയെങ്കിലും പോകും. ആ കൂട്ട് നല്ലതാണ്, അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലുള്ളൊരു അറ്റ്മോസ്ഫിയർ ടോക്സിക് ആക്കാതെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റ് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ രഞ്ജിനി എൽ മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടിയെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു പട്ടം പോലെ എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ഒരു പട്ടം നമുക്കറിയാം, പട്ടം എത്ര മനോഹരമായിരിക്കും. ഒരു പട്ടം, ആ പട്ടം പറത്തുന്നത് എങ്ങനെയായിരിക്കും? കാരണം നമ്മൾ പറത്തുമ്പോൾ വെച്ചാൽ നമുക്കറിയാം ഇഷ്ടം പോലെ അതിനകത്ത് നൂലുണ്ടല്ലേ, നമുക്ക് യഥേഷ്ടം അതിനെ പറത്തി വിടാം. അതായത് ഒരു കുഞ്ഞിനെ നമ്മൾ പട്ടത്തോട് ഉപമിച്ചാൽ എങ്ങനെ ഇരിക്കും? ആ കുട്ടി പട്ടം പറന്നു പോകും. പക്ഷേ അതിനെ നമുക്കറിയാം മേലോട്ട് ചെല്ലുന്തോറും ചിലപ്പോൾ ചില പക്ഷികൾ വന്ന് തട്ടും, ചിലപ്പോൾ നല്ല വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ വന്ന് തട്ടും. അങ്ങനെ പല അപകടങ്ങളും ഈ പട്ടം, നമ്മൾ തന്നെ പറത്തിയിട്ടില്ലേ, മേളിലോട്ടൊക്കെ ഒരു പട്ടം പറത്തുമ്പോൾ ഏതിലേലും വന്ന് തട്ടി ചിറക് തട്ടി അത് താഴെ വീഴും അല്ലേ, താഴോട്ട് ഇങ്ങനെ പതിക്കുന്ന കണ്ടിട്ടില്ലേ? ഇത് തന്നെയാണ് ഒരു കുഞ്ഞിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ആ കുഞ്ഞിനെ നന്നായിട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു പട്ടം പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അതിനെ യഥേഷ്ടം പറത്താൻ ശ്രമിക്കുക. പക്ഷെ അതിന് വന്നിട്ട് നിൽക്കുന്ന അപകടങ്ങൾ നാല് ചുറ്റും നമുക്കറിയാം. ഒരുപാട് അപകടങ്ങൾ ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്കുണ്ട് കുട്ടികൾക്ക്. അപ്പൊ അതിന് അങ്ങനെ ഒരു അപകടം വരാത്ത രീതിയിൽ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പേരൻസിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നേരത്തെ മാഡം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പേരൻസ് തന്നെയാണ് കുട്ടികളെ നന്നായിട്ട് മോൾഡ് ചെയ്യേണ്ടത്. കുട്ടിക്ക് നല്ല ശ്രദ്ധ കൊടുക്കുക, പരിചരണം കൊടുക്കുക, സ്നേഹം കൊടുക്കുക, കുട്ടികളോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കുക. അങ്ങനെ ആകുമ്പോൾ കുട്ടികൾ നമ്മൾ പറയുന്ന രീതിയിലോട്ട് നമ്മളടുത്തോട്ട് വരും. അതാണ് നമ്മൾ മുഴുവൻ കാണുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറായിട്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും ഓരോരോ പ്രശ്നങ്ങളിൽ കൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. സൈക്കോളജിസ്റ്റ് ശബാന മഠത്തിൽ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മെന്റർ MC രാജിലൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രീത, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇമാനുവൽ തുടങ്ങിയവർ ക്ലാസിന് നേതൃത്വം നൽകി. സുരേഷ് കോയിവിള, ഷമീർ കോയിവിള, സുമേഷ് കോയിവിള, റമീസ് ചാലിത്തറയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി. പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചവറ.